ഏറെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രതിഷ്ഠിക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥനയിൽ നിങ്ങളെ ഒരുക്കുകയാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകമായ നിയോഗം. ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ ശുശ്രൂഷയിൽ ഒരു നിയോഗത്തോടെയാണ് പങ്കെടുക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ സമയം മുതൽ നമുക്ക് ഈ ശാലോമിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ശുശ്രൂഷയെ നിയോഗത്തോടെ നമുക്ക് പങ്കെടുക്കാം. ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, രോഗക്കിടക്കയിലാണെങ്കിൽ അവിടെ ആയിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ, ഈ യുവതി യുവാക്കളെ, ഈ മാതാപിതാക്കളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങളിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരനുഗ്രഹത്തിന് കാരണമാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ കേൾക്കുന്ന, നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന വചനം ഒരനുഗ്രഹത്തിന് കാരണമാകുന്നു, ഒരു വിടുതലിന് കാരണമാകുന്നു. അതിനായി ദൈവം ഒരുക്കുന്ന സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ മരിയ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്: മറിയത്തിലൂടെ ഒരാൾ, ഒരു കുടുംബം യേശുവിലേക്ക് അടുക്കുക, യേശുവിലാകുക. മറിയത്തിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് നടക്കുക, അമ്മയിലാകുക. അമ്മെന്ന് പറഞ്ഞാൽ യേശുവിലാകുക എന്നാണ് ആ നിയോഗത്തിൻ്റെ ഭാഗം. അങ്ങനെയാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, മറിയത്തെ ശ്രേഷ്ഠയാക്കി മാറ്റിയത് എന്തെന്നറിയാമോ? മറിയത്തെപ്പോലെ വചനം സ്വീകരിക്കുക, ആ വചനത്തിന് സമർപ്പിക്കുക. അതാണ് പരിശുദ്ധ അമ്മയെ മറ്റെല്ലാ സ്ത്രീകളിൽ നിന്ന് ശ്രേഷ്ഠയാക്കി മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും കുടുംബവും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി മാറുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ സഹായിക്കുന്ന സമയമാണ്. വചനം പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്ന ദൈവവചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യമാണ്. 28 മുതലുള്ള വാക്യങ്ങൾ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഈ കാര്യങ്ങൾ ദൂതനിൽ നിന്ന് കേൾക്കുമ്പോൾ മറിയം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് 34-ാമത്തെ വാക്യം. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. അതായത് അവൾ കേട്ട ഈ ദൈവസ്വരത്തിൻ്റെ മുമ്പിൽ ഇതെങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥതയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം വായിക്കുന്നതിന് മുമ്പ് എന്നെ ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയാം, ഒരുപാട് പേരുടെ മനസ്സിൽ ഒത്തിരി ആശങ്കകളുണ്ട്, ആകുലതകളുണ്ട്, ഉത്തരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തു ചെയ്തിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങൾക്കും ഉത്തരമില്ല. അങ്ങനെയുള്ള മാനസികമായി വിഷമിക്കുന്നവരുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ആ വാക്യത്തെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എങ്ങനെ സംഭവിക്കും? എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എല്ലാം പഠിച്ചു, പക്ഷേ എനിക്കൊരു നല്ല ജോലിയില്ല. ഇനി ജോലി കിട്ടുമോ? ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഈ രോഗം സൗഖ്യമായില്ലെങ്കിൽ എങ്ങനെ എൻ്റെ ജീവിതം എന്തായിത്തീരും? ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ, ഈ കാര്യം റെഡിയായില്ലെങ്കിൽ, ഇങ്ങനെ പോയാൽ എവിടെ ചെല്ലും എൻ്റെ ജീവിതം? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള മാനസിക അവസ്ഥയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയും മറിയവും ഇതുപോലൊരു സമയത്ത് എന്തു ചെയ്യും? ഞാനിതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കൈമലർത്തി കാണിക്കുകയല്ല ചെയ്തത്. എനിക്കും അറിയത്തില്ല എന്ത് സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. കൃത്യമായി ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യത്തിൽ ദൂതൻ മറുപടി പറഞ്ഞു. 35-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതാണ് ഉത്തരമില്ലാത്ത ചോദ്യത്തിന് ഏതെങ്കിലും കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ
നിങ്ങളുടെ കാര്യം എന്താകും, എവിടെ ചെന്ന് അവസാനിക്കുക, എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എവിടെ ചെന്ന് അവസാനിക്കുക, എൻ്റെ വീട് എന്ത് ചെയ്യും, ഈ കടബാധ്യത, ഈ ഒരു സാഹചര്യം എന്തു ചെയ്യും? ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതൊരു ഉത്തരമാണ്. ഇത് ഈ കേൾക്കുന്ന ദൈവവചനം ഈ ഒരു ശാലോം ടി വിയിലൂടെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ഓരോ കുടുംബങ്ങളോടും ദൈവം പറയുന്നൊരു ഉത്തരമാണ്. വിഷമിക്കാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, ആശങ്കപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. അപ്പോൾ നീ ആശങ്കപ്പെടുന്നതിലല്ല അർത്ഥം, ഒരർത്ഥവുമില്ല. ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ആശങ്കകളെ പരിഹരിക്കും. ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ഇടപെടൽ നിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ ഇടവരും. പരിശുദ്ധാത്മാവ് മറിയത്തിൽ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. പരിശുദ്ധ അമ്മയ്ക്ക് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അതൊരാൾക്കല്ല അതിൻ്റെ ഗുണം. ഈ മറിയം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ അവിടെ ദുഃഖമുണ്ടായി, അവിടെ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി എന്നല്ല, അവിടെ ആനന്ദമുണ്ടായി, അവിടെ സന്തോഷമുണ്ടായി. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് വരെ ആ ആത്മീയ അനുഭവം ഉണ്ടായി. ആ കുടുംബത്തെ അത് അനുഗ്രഹത്തിൻ്റെ നിലയിലേക്ക് ഉയർത്തി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പം ആ വ്യക്തി മറ്റൊരാൾക്കൊരു അനുഗ്രഹമായി മാറും, കൂട്ടായ്മയ്ക്കൊരു അനുഗ്രഹമായി മാറും. പരിശുദ്ധാത്മാവ് അവരിൽ നിറയും. എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങളുടെ കുടുംബം മുഴുവൻ അനുഗ്രഹത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി, 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, അവർ ഏക മനസ്സോടെ, അവിടെ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച്, എഴുതിയിരിക്കുന്ന വാക്ക് അവർ ഒരുമിച്ചിരുന്നു. ഏക മനസ്സ്, ഒരുമിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഏക മനസ്സ്, ഒരു മനസ്സ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ നിങ്ങളിൽ നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടിസ്ഥാന യോഗ്യതയാണ് ഏക മനസ്സ്. 4 വഴിക്കായ അവസ്ഥയല്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയും ഒരു ഏക മനസ്സ് കാണാൻ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ വഴിക്കാണ്, ഓരോന്നും ഓരോ മനസ്സാണ്. ഒന്ന് പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, ഒരാൾ പറയുന്നത് വേറൊരാൾ അംഗീകരിക്കത്തില്ല, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന യോഗ്യതയായി ബൈബിൾ പറയുന്നു ഏക മനസ്സ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ആ ഏക മനസ്സ് നഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനൊരു ഏക മനസ്സ് തരണമെന്ന്. ഒരു ഏക മനസ്സുണ്ടാകട്ടെ. എന്തു പറഞ്ഞാലും അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. ഒരു വീട്ടിലാണെങ്കിലും ഒരു വാക്ക് തെറ്റിയാൽ മതി, അപ്പോഴത്തേക്കും അതേ കയറി പിടിച്ചൊരു ലഹളയുണ്ടാവും, ഒരു വഴക്കുണ്ടാവും, ഒരു അസ്വസ്ഥതയുണ്ടാവും, പാത്രം എടുത്ത് എറിയുന്നു, ഒത്തിരി വിഷമങ്ങളുണ്ടാവും. മനസ്സ് ഒരുമിച്ചല്ല. എവിടെയോ അസ്വസ്ഥതയുള്ള, ചേർച്ചയില്ലാത്ത മനസ്സുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ ഭംഗിയാക്കില്ല, മനോഹരമാക്കില്ല. ഏക മനസ്സ് അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. ഏക മനസ്സ് ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പരിശുദ്ധ അമ്മയാണ് അവരെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇപ്പോൾ ഒരു മനസ്സോടെയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ വചന ശുശ്രൂഷ തീരുന്നതിന് മുമ്പ്, ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിങ്ങളുടെ ഭവനത്തിൽ ദൈവാത്മാവ് നിറയും. നിങ്ങളുടെ കുടുംബത്തിൽ ഏകമല്ലാത്ത, അസ്വസ്ഥതയുള്ള, വഴക്കുള്ള, അസമാധാനമുള്ള ഒരു അന്തരീക്ഷമാണോ? ദൈവം അത് മാറ്റും. പരിശുദ്ധാത്മാവോടെ ഇടപെടും. ഭവനത്തിൽ നിലനിൽക്കുന്ന ഇരുട്ട് മാറും, ആ അസ്വസ്ഥത മാറും. ഇതാരോടോ അല്ല ഇത് പറയുന്നത്, നിങ്ങളോട് തന്നെയാണ്, നിന്നോട് തന്നെയാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ ഒരു സാഹചര്യത്തിൽ ഞാനായിരിക്കും ചിലപ്പോൾ മാറേണ്ടത്, അസ്വസ്ഥത എൻ്റെ മനസ്സിൽ നിന്നായിരിക്കും മാറേണ്ടത്. നിങ്ങളൊരു അനുഗ്രഹത്തിന് കാരണമാകും. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു പ്രത്യേകത 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ വാക്യത്തോടൊപ്പം പരിശുദ്ധാത്മാവ് നിറയുമ്പോഴുള്ള അനുഗ്രഹം ഒന്ന് അറിയണം. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ പോരാ, ഇത് ഒന്നുകിൽ നിങ്ങൾ വിളിച്ചു പറയണം, ഈ കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും. അല്ലെങ്കിൽ നിങ്ങളുടെ നാവിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഒരു അനുഗ്രഹമുണ്ട്. അത് ഇന്ന ആൾക്കാർക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഏറ്റവും പ്രായമുള്ള, ഉദരത്തിൽ കുഞ്ഞിനടക്കം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ ഈ ആത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്.
അത് ജീവിതത്തെ മനോഹരമാക്കും, അനുഗ്രഹമുള്ളതാക്കും. ഞാൻ ആ വാക്യം വായിക്കുന്നു. പെന്തക്കുസ്താസ് ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു ശബ്ദം കേൾക്കുകയാണ്, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ. ഒരുപക്ഷെ നിങ്ങളാരും നിങ്ങളുടെ കൊടുങ്കാറ്റൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ കടന്നുപോയ ആൾക്കാരായിരിക്കില്ല. പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെ അമേരിക്കയിലും ചൈനയിലും മറ്റു പല രാജ്യങ്ങളിലും കൊടുങ്കാറ്റുണ്ടായപ്പം അവിടെ എഴുതിയിരിക്കുക ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. വീട് തകർന്നുപോയി, വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി, വാഹനങ്ങൾ മറിഞ്ഞു വീണു, പറന്നുപോയി. വലിയ മരങ്ങൾ, ഒരിക്കലും വീഴില്ലെന്ന് വിചാരിച്ച മരങ്ങളതാ നിലത്ത് വീണ് കിടക്കുന്നു. റോഡും പരിസരങ്ങളെല്ലാം അലങ്കോലമായി ഇലകൾ കൊണ്ടും മരച്ചില്ലകൾ കൊണ്ടും വീട് തകർന്ന് ഒടിഞ്ഞ് ആകെ ഡിസോർഡറാവും. പക്ഷെ ബൈബിൾ വായിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് വന്നപ്പം ഒരു വീടിൻ്റെയും മേൽക്കൂര പോയി എന്ന് എഴുതിയിട്ടില്ല, ഒരു മരവും വീണെന്ന് എഴുതിയിട്ടില്ല, ഒരാളുടെ ജീവിതവും താറുമാറായി ഡിസോർഡറായി എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിലല്ല ഈ കൊടുങ്കാറ്റെന്ന വിഷയത്തെ നിങ്ങൾ കാണേണ്ടത്. സാധാരണ നിലയിൽ ഒരു നല്ല കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടിയാ, മരം വീഴുവോ, പ്രശ്നം ഉണ്ടാവുമോ, യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഒരു ചെറിയ മരം പോലും വീണില്ല, ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കാറ്റ് അവരുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത്, ആ കാറ്റ് അവരോട് സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൊടുങ്കാറ്റടിച്ച വീട് മുഴുവൻ നിറയുന്ന ആദ്യത്തെ അറിവല്ലേ നിങ്ങളുടേത്? കൊടുങ്കാറ്റടിക്കുമ്പോൾ വീട് പോവുകയാണ് ചെയ്യേണ്ടത്, വീടിൻ്റെ മേൽക്കൂര, ഓട്, ആസ്പെറ്റോസ് ഷീറ്റ് പറന്നു പോവുക ചെയ്യേണ്ടത് കൊടുങ്കാറ്റടിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഒരു വീടിനെ മുഴുവൻ നിറച്ച കാറ്റാണ് ഈ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഈ കാറ്റ്, ഈ പരിശുദ്ധാത്മാവ് അവളെ നിറച്ചു, നിങ്ങളെയും നിറയ്ക്കും. എന്താ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ, നിറയ്ക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ട്, അതിനകത്തുള്ള ചിലത് പുറത്തു പോകും. നിറയാത്തതാണ് പ്രശ്നം. നിറയുമ്പോൾ അകത്തുള്ള പലതും പുറത്തു പോകും, എന്നിട്ടാണ് നിറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് നിറച്ച കാറ്റാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കും, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആ ഭവനത്തിൽ നിറയും. ദൈവത്തിൻ്റെ ആത്മാവെന്ന കൊടുങ്കാറ്റ് നിങ്ങളിൽ വീശുമ്പോൾ നിങ്ങളുടെ മേൽ അത്ഭുത വിടുതലുകൾ നിറയും, ദൈവം അയക്കുന്ന സൗഖ്യങ്ങളെ നിറയും. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്ന്. അപ്പോൾ ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശാലോം ടിവിയിലൂടെ കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ദൈവാത്മാവാണ് നിറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളെ പുറത്തു കളഞ്ഞ് ആത്മാവിൻ്റെ അനുഗ്രഹത്തെ നിറയ്ക്കും. ദൈവം അവിടെ നിറച്ചു. അടുത്ത വാക്യം, തീയും കാറ്റ് നമ്മൾ പേടിക്കുന്ന 2 കാര്യങ്ങളാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവർ ഓരോരുത്തരുടെയും ശിരസിൻ്റെ മുകളിൽ വ്യക്തിപരമായി നിന്നു. പ്രിയപ്പെട്ടവരെ, കാറ്റും തീയും എല്ലാവർക്കും പേടിയാണ്. അത് കൺട്രോൾ വിട്ടുപോയാൽ സകലരും തകർത്ത് തരിപ്പണമാക്കും, കാറ്റും തീയും. പക്ഷേ ഈ ബൈബിൾ വായിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റും തീയും ഒരാളുടെ ജീവിതത്തെ പോലും തകർത്തില്ല, ഒരാളുടെ ജീവിതത്തെ പോലും കത്തിച്ചില്ല. അത് അവരെ നിറയ്ക്കുകയും വിശുദ്ധീകരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, ആ കാറ്റ് എൻ്റെ മേലങ്ങ് വീശണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന ആ കാറ്റിനെ എൻ്റെ മേലങ്ങ് വീശണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വീശണമേ, എൻ്റെ തലമുറകളുടെ മേൽ വീശണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കിടമേ. ഒന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും, ജീവിതത്തെ മാറ്റാൻ തുടങ്ങും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിവസത്തിൻ്റെ 2-ാം ദിവസത്തെ ഈ വചനമുണ്ടല്ലോ, ഇത് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്ന ദിവസമാണ്. ആ വിഷയമാണ് കേട്ടത്. നിറയ്ക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം അയക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. അടുത്ത ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ഒരു അത്ഭുതകരമായ ഒരു അനുഗ്രഹമുണ്ട്.
പരിശുദ്ധാത്മാവ് ഒരു കാറ്റിനോടും തീയോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ലോകത്തിൻ്റെ കണ്ണിൽ നമ്മൾ കാണുന്ന കാറ്റാണിത്. അല്ല, ഇത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന കാറ്റാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുന്നു. മോശ കടലിനു മീതെ ആ വ്യക്തിയുടെ കൈ നീട്ടി. അപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കാറ്റയച്ചു, ഒരു കിഴക്കൻ കാറ്റയച്ചു. അപ്പോൾ ഈ കാറ്റ് ആദ്യം ബൈബിളിൽ കണ്ടു ഒരു കൊടുങ്കാറ്റ് വീശിയെന്ന് കണ്ടു. അപ്പോൾ ദൈവം അയച്ച കാറ്റാണിത്. ദൈവം അയച്ച കാറ്റ് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാണ്. അത് നിങ്ങളുടെ വീടിനെ ഡിസോർഡറാക്കുന്ന, നശിപ്പിക്കുന്ന കാറ്റല്ല, നിങ്ങളെ അനുഗ്രഹം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കുന്ന കാറ്റാണ്. ഇതാ എഴുതിയിരിക്കുന്നു 21 വാക്യം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തുറന്നൊരു ബൈബിൾ നിങ്ങളുടെ മടിയിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു കേൾവിക്കാരനെ പോലെ കേൾക്കാതെ ദൈവവചനം ഒരു തുറന്ന പുസ്തകം പോലെ മടിയിൽ തുറന്നു വെച്ച് കേൾക്കൂ. എന്നിട്ട് ആ വാക്യം സാധിക്കുമെങ്കിൽ ഒന്ന് എടുക്ക്. 14 അധ്യായം 21 വാക്യം. മോശ കൈ നീട്ടിയപ്പോൾ കർത്താവ് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയച്ചു. അപ്പോൾ ഈ കാറ്റ് ദൈവം അയച്ച കാറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ 33 ദിവസം നിയോഗം വച്ച് പങ്കെടുക്കുന്ന നിങ്ങളിൽ ഈ 2ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഈ ആത്മാവിൻ്റെ കാറ്റ്, ദൈവം അയക്കുന്ന കാറ്റ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും, സമാധാനം കൊണ്ട് നിറയ്ക്കും, സൗഖ്യം കൊണ്ട് നിറയ്ക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു കേൾവിയിലൂടെ മാത്രമല്ല, ഇത് നിറയ്ക്കുന്ന ഒരു അനുഭവം തരും. എന്നിട്ട് ആ വാക്യം എഴുതിക്ക് നോക്കൂ. കാറ്റയച്ചു, കടലിനെ പുറകോട്ട് മാറ്റിയെന്ന്. കടലിനെ പുറകോട്ട് മാറ്റുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? ഏതേലും ഒരു കാറ്റ് കടലിനെ പുറകോട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? സയൻസിൽ പഠിപ്പിക്കുന്നത് കാറ്റിൻ്റെ പ്രതിഭാസമാണ് തിരമാല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ വലിയ തിരമാലയുണ്ടായി അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന കാനാൻ ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽക്കാരെ മുഴുവൻ തിരമാല വിഴുങ്ങേണ്ടതാണ്. കാരണം ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നടന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്കടലിന് സമീപത്തുള്ള മണലിലാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് മോശ കൈ നീട്ടിയത്. അപ്പോൾ ഒരു കാറ്റയക്കുമ്പോൾ തിരമാലയുടെ വലിപ്പം കൂടി കരയ്ക്ക് നിന്ന് ഇസ്രായേൽക്കാരെ വിഴുങ്ങേണ്ടതല്ലേ? പക്ഷേ എഴുതിയിരിക്കുന്ന ഇസ്രായേൽക്കാരെ കാറ്റ് വിഴുങ്ങിയെന്നല്ല, കടലിനെ പുറകോട്ട് മാറ്റി. ഒരു ബക്കറ്റിലെ വെള്ളം പുറകോട്ട് മാറ്റാൻ പോലും ചിലപ്പോൾ സാധിക്കാത്തവരാ നമ്മൾ. അപ്പോഴാണോ കടലിലെ വെള്ളം പുറകോട്ട് മാറ്റുന്നത്? പ്രിയപ്പെട്ടവർ, ഇത് ദൈവം അയച്ച കാറ്റാണ്. ഒരിക്കലും പുറകോട്ട് മാറില്ല എന്നാണ് അവർ വിചാരിച്ചത്. ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ എന്നാണ് ഇസ്രായേൽക്കാർ പറഞ്ഞത്. ഇസ്രായേൽക്കാർ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്താ പറഞ്ഞത്? എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ഈജിപ്തിൽ നല്ല ഫുഡ് കിട്ടുമായിരുന്നു, അവിടെ ഞങ്ങൾക്ക് അപ്പവും ഇറച്ചിയും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു, എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? എപ്പോഴാണ് ഇത് പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വല്ലാതെ ജീവിതം തകർന്നുപോയി എന്ന് അവർക്ക് തോന്നിയപ്പോൾ. പിറുപിറുക്കുന്നവരാണോ നിങ്ങൾ? വിഷമിക്കുന്നവരാണോ നിങ്ങൾ? പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമില്ല, നിയോഗം വച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നവരാണോ? നിങ്ങളുടെ മുമ്പിലുള്ള ഏതു കടലിനെയും കടലാസ് പോലെ പിറകോട്ട് മാറ്റാൻ ഈ ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള ഏതു കടലിനെയും പുറകോട്ട് മാറ്റും. ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. പിറകോട്ട് മാറ്റി, കടലിനെ വരണ്ട ഭൂമിയാക്കി മാറ്റി. അടുത്ത വാക്യം, കടൽ വിഭജിക്കപ്പെട്ടു, ഇസ്രായേൽക്കാർ ഉണങ്ങിയ നിലത്തൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മാവിൻ്റെ 2ാമത്തെ ഭാഗം. അത് ആ തടസ്സങ്ങളെ മാറ്റുന്ന കാറ്റാണ്. ഒന്നാമത്തെ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ വന്ന് അത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു. അത് എലിസബത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമായി അതങ്ങ് മാറി. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങളിലൂടെ അനേകർ ദൈവത്തെ അറിയും, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിറയും. 2ാമത്തേത്, ശിഷ്യന്മാരും പരിശുദ്ധാമ്മയും ഒരുമിച്ചിരിക്കുമ്പോൾ ആ കാറ്റ് അവരെ നിറച്ചു, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. ഈ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളെ ഇത് ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നൊരു കാറ്റാണ് ഈ ദിവസങ്ങൾ. ഇത് അനുഭവങ്ങളുടെ ഒരു കലവറ തുറന്നു വിടും. വലിയ അണക്കെട്ട് തുറക്കുന്നത് പോലെ അനുഗ്രഹങ്ങളെ തുറന്നു വിടുന്ന ഒരു ശുശ്രൂഷയാണിത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ഈ കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കുക. 3ാമത് കേട്ടില്ലേ, ഇസ്രായേൽക്കാർ ചെങ്കടലിന് സമീപത്ത് വന്ന് അങ്ങ് നിൽക്കുമ്പം ഒരു വഴിയില്ല, മുമ്പിൽ വെള്ളം മാത്രം. മോശ കരമുയർത്തിയപ്പം ദൈവം അയച്ചൊരു കാറ്റ് ആ വെള്ളത്തെ പുറകോട്ട് മാറ്റി. പ്രിയരെ, നമുക്ക് നമ്മുടെ മുമ്പിൽ ശക്തരും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധികളും ഉണ്ട്. എല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന് ഈ ലോകത്തിൽ ആർക്കും ചെയ്തു തരാൻ പറ്റാത്തത്
ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. നീ നോക്കിയിട്ട് പറയുന്നത് ഒരിക്കലും മാറത്തില്ല, ഇവിടെ തീരുവുള്ളെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന കാറ്റിനെ അയച്ച് അതിനെ പുറകോട്ട് മാറ്റും. നിൻ്റെ ജീവിതം പുറകോട്ട് മാറ്റില്ല, നിൻ്റെ പ്രതിസന്ധികളെ പുറകോട്ട് മാറ്റി ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ജീവിതത്തെ മുന്നോട്ട് നയിക്കും. പരിശുദ്ധാത്മാവ് നിറയ്ക്കും. കർത്താവിന് നന്ദി, രക്ഷിക്കുന്നതിന് നന്ദി, വിടുവിക്കുന്നതിന് നന്ദി.